നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ചിരിക്കുന്നത്. ഞാൻ ഈ ഇലക്ഷൻ്റെ തലേദിവസം ഞാനിട്ടൊരു ഫേസ്ബുക്ക് വീഡിയോയിൽ ഞാനത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. കാരണം ഞാനത് കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം ഞാൻ എല്ലാ വാർഡുകളിലും ഞാൻ പോയി സന്ദർശിച്ച് അവിടെയുള്ള പൾസ് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത്. ഒരു കാലത്തുമില്ലാത്ത ഒരു വലിയ ആവേശം, ഒരു ചരിത്ര വിജയം നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അത് കൃത്യമായി, പ്രത്യേകിച്ച് ഇതിൻ്റെ ഞാൻ കാണുന്നൊരു വലിയ പ്രത്യേകത, പോത്തുകല്ല് പഞ്ചായത്ത് നമ്മുടെ കയ്യിലായിരുന്നില്ല, നഷ്ടപ്പെട്ട പഞ്ചായത്ത്. അമരമ്പലം നഷ്ടപ്പെട്ട പഞ്ചായത്ത്. നിലമ്പൂർ നഗരസഭ നഷ്ടപ്പെട്ടത് കഴിഞ്ഞ പ്രാവശ്യം. ഈ മൂന്നും തിരിച്ചു പിടിച്ചത് നിലമ്പൂർ നഗരസഭ 5-4 ഭൂരിപക്ഷത്തിനാണ്. അതുപോലെ തന്നെ പോത്തുകൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത് 4-3 ഭൂരിപക്ഷത്തിനാണ്. അമരമ്പലം തിരിച്ചു പിടിച്ചിരിക്കുന്നതും ഇതുപോലെ തന്നെയാണ്. അമരമ്പലം തിരിച്ചു പിടിച്ചത് 22-17 സീറ്റ് നേടിക്കൊണ്ടാണ്. അതുപോലെ തന്നെ പോത്തുകല്ല് പഞ്ചായത്ത് തിരിച്ചു പിടിച്ചത് 19-16 സീറ്റ് നേടിക്കൊണ്ടാണ്. നിലമ്പൂർ നഗരസഭ തിരിച്ചു പിടിച്ചത് 36-28 നേടിക്കൊണ്ടാണ്. അപ്പോൾ ഇത് നഷ്ടപ്പെട്ട പഞ്ചായത്തുകൾ വലിയ ഭൂരിപക്ഷത്തിനാണ് പിന്നെ നമ്മൾ തിരിച്ചു പിടിക്കുന്നത്. മാത്രമല്ല, മൂത്തേടം പഞ്ചായത്തിൽ ആകെ ഇടതുപക്ഷത്തിനാകെ ഒരു അംഗം തന്നെയുള്ളൂ. 18 ആകെയുള്ള 18 വാർഡിൽ 17 UDF നേടിയ ഒരൊറ്റ വാർഡ് മാത്രമാണ് LDFനുള്ളത്. അതുപോലെ തന്നെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് LDFന് സീറ്റേ ഇല്ല. അവിടെ UDFൻ്റെ റബലായിട്ട് മത്സരിച്ച ഒരാൾ മാത്രമായിരിക്കും പ്രതിപക്ഷത്തുണ്ടാവുക. ബാക്കിയുള്ള മുഴുവൻ ആളുകളും UDF ആണ്. മാത്രമല്ല, നിങ്ങൾക്കറിയാം, ചുങ്കത്ര കഴിഞ്ഞ വർഷം 10-10 ആയിരുന്നു ചുങ്കത്ര വിജയം. ആ ചുങ്കത്ര പ്രാവശ്യം ആകെയുള്ള 22-17 UDF, 4 സീറ്റ് മാത്രമാണ് LDFനുള്ളിൽ. 3-2 ഭൂരിപക്ഷം, 1 BJPക്കാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത് നമ്മൾ കേവലം വിജയിക്കുക എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം പെർഫോമൻസ് മോശമായിരുന്ന മുഴുവൻ പഞ്ചായത്തുകളും വലിയ ഭൂരിപക്ഷത്തിന് 3-2 ഭൂരിപക്ഷം, 5-4 ഭൂരിപക്ഷം, 4-3 ഭൂരിപക്ഷം എന്ന രീതിയിലാണ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് മറ്റൊന്നുള്ളത്, കാരണം നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ എല്ലാ പഞ്ചായത്തുകളും നഗരസഭയൊക്കെ എല്ലാം ഒരുമിച്ച് കിട്ടിയ ഒരു കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2000-ലാണ് UDFന് ഇതുപോലൊരു വലിയ വിജയം കേരളത്തിൽ ആഗമനം ഉണ്ടായത്. അന്ന് പോലും മൂത്തേടം പഞ്ചായത്ത് നഷ്ടപ്പെട്ടു. മുഴുവൻ പഞ്ചായത്തും നഗരസഭയും, അന്ന് പിന്നെ 2000-ൽ നഗരസഭയില്ല, നിലമ്പൂർ പഞ്ചായത്താണ്. പക്ഷേ അന്നും ഈ പറഞ്ഞ മൂത്തേടം നഷ്ടപ്പെട്ടു. മാത്രമല്ല, അന്ന് കാളികാവും അതേപോലെ ചോക്കാടും ചാലിയാറും ഒക്കെ നിലമ്പൂരിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാലം കൂടിയാണ്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ചരിത്ര വിജയം സമ്മാനിച്ച നിലമ്പൂരിലെ വോട്ടർമാരോട് നന്ദി പറഞ്ഞാൽ തീരാത്തതാണ്. ഞാനിതിനെ കാണുന്ന, ഈ വിജയത്തെ കാണുന്നത് അവരൊരു വലിയ വിശ്വാസം കാരണം ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുക, വലിയ വിശ്വാസം. ആ വിശ്വാസത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന ഒരു പ്രാർത്ഥന മാത്രമാണുള്ളത് ഈ കാര്യത്തിൽ. കാരണം വലിയ പ്രതീക്ഷകൾ, പ്രത്യാശകൾ, വിശ്വാസം ഒക്കെ UDFനെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു കൃത്യമായൊരു പദ്ധതിയും പരിപാടിയും ഇട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് UDF ഉദ്ദേശിക്കുന്നത്. സമഗ്ര വികസന പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, അതെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വലിയ പ്രോഗ്രാം ഇട്ടുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും അതനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് UDF ആലോചിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ UDF നേതൃത്വവുമായി ചർച്ച ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. പിന്നെ എൻ്റെ പിതാവിന്, ഇപ്പം നിങ്ങൾക്കറിയാലോ, നമ്മളിരിക്കുന്നത്, എൻ്റെ പിതാവ് ദീർഘകാലം ഇരുന്ന് നിലമ്പൂരിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ഒരു മുറിയാണ് വാസ്തവത്തിൽ ഇത്. ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഈ മുറിയിൽ കിടന്നിട്ട് അദ്ദേഹം UDFൻ്റെ നേതൃത്വത്തോട്, ഞാനടക്കമുള്ള ആളുകളോട് പറഞ്ഞത്, നിലമ്പൂർ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കണം. അദ്ദേഹം അസുഖമായി കിടക്കുമ്പോഴും നിലമ്പൂർ നഗരസഭയിൽ നമ്മൾ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിലമ്പൂർ തിരിച്ചു പിടിച്ചു.
നിലമ്പൂരിൻ്റെ നഗരസഭയും തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ആ ഒരു ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം തന്നൊരു ഉപദേശം, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം, അത് ശിരസ പാലിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം വാസ്തവത്തിൽ ഇന്ന് ഞങ്ങൾക്കുണ്ട്. എനിക്ക് മാത്രമല്ല, UDFൻ്റെ മുഴുവൻ ആളുകൾക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും നിങ്ങളുടെയൊക്കെ പിന്തുണ ഇനിയും മുന്നോട്ട് പോകാൻ, നല്ല പദ്ധതികളും പരിപാടികളും ഒക്കെ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ. UDF കൊണ്ടുവന്ന വികസന പദ്ധതികൾ പാതി വഴിയിലിട്ട് പോയത്, അരിയാടൻ മുഹമ്മദ് കൊണ്ടുവന്ന വികസന പദ്ധതികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയത്, ഓരോന്നോരോന്നായി ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാവണം എന്നാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് പറയാനുള്ളത്.